ഈ റമദാൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര. 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി. ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് റഫീഖ്. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലെ 58ാമത്തെ അധ്യായമായ സൂറത്തുൽ മുജാദിലയെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യവുമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് മദീനയിൽ അവതീർണമായിട്ടുള്ള ഈ സൂറത്തിൽ 22 വചനങ്ങളാണുള്ളത്. 3 റുക്കുകളായിട്ടാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ലിഹാർ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഹൗല ബിൻ സാലബ എന്ന സഹാബി വനിത അവരുടെ ഭർത്താവായ ഔസ് ബിൻ സാമിത്തുമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ അദ്ദേഹം അവരെ ലിഹാർ ചെയ്യുകയുണ്ടായി. പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ ചെയ്ത ആ ഒരു പ്രവർത്തനത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായത്. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ വളർത്തലും അവർക്ക് തന്നെയും പരസ്പര സഹായങ്ങളായി നിലനിൽക്കുന്ന അവർ തമ്മിൽ ഇങ്ങനെ വിവാഹമോചിതരായി കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന പ്രയാസങ്ങൾ അവർ മനസ്സിലാക്കുകയും വീണ്ടും അവർ ഒന്നിക്കുവാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ ആ ഒരു വാക്ക്, ലിഹാർ എന്ന വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് അവർക്ക് അതിന് സാധിക്കാത്ത ഒരു അവസ്ഥ വരികയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് തങ്ങളുടെ ഈ ഒരു പ്രശ്നം ബോധിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ബോധനം, അള്ളാഹുവിന്റെ വഹി ലഭിക്കാത്ത കാലത്തോളം ഒരു കാര്യം അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും വഹി അള്ളാഹുവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയും അവർ അള്ളാഹുവിനോട് നേരിട്ട് തങ്ങളുടെ ഈ പ്രശ്നം ബോധിപ്പിക്കുകയും ചെയ്തു. 7ാം ആകാശത്തു നിന്നുകൊണ്ട് അള്ളാഹു ഇവരുടെ ആ ആവലാദികൾ അള്ളാഹു കേൾക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ അവരുടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുണ്ടായി. അള്ളാഹുവിനോട് ഇവർ നേരിട്ട് ആവലാതി ബോധിപ്പിച്ചതിന്റെ ഒരു കാര്യമാണ് മുജാദില എന്നുള്ള ആ വാക്ക് ഇതിലേക്ക് വരാനുള്ള കാരണം. അങ്ങനെ ഒരാൾ തന്റെ ഭാര്യയോട് നീ എന്റെ മാതാവിന്റെ മുതുകു പോലെയാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവർ തമ്മിലുള്ള ബന്ധം, വിവാഹബന്ധം ഇല്ലാതാവുകയില്ല എന്നും, ഒരു മാതാവ് എന്നത് അവർ പ്രസവിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് അവർ മാതാവ് എന്നും, ഒരാൾ നീ എന്റെ മാതാവാണ് എന്ന് പറയുന്നത് കൊണ്ട് അവർ അവരുടെ മാതാവാവുകയില്ല എന്നും വളരെ കൃത്യമായി കണിശമായി അള്ളാഹു ഈ ആയത്തുകളിൽ കൂടെ വിവരിച്ചു കൊടുക്കുകയും അങ്ങനെ ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ അതിന് ചെയ്യേണ്ടുന്ന പ്രായശ്ചിത്വവും അള്ളാഹു ഈ ആയത്തുകളിൽ കൂടി വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റൊരു വിഷയം ഇതിൽ പ്രതിപാദിക്കുന്നത്, നമ്മൾ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ അത് നമ്മൾ മാത്രമാണ് അത് കേൾക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. നമ്മൾ 2 പേര് സംസാരിക്കുമ്പോൾ മൂന്നാമനായി കൊണ്ട് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെന്നും, ഇനി 2-3 ആളുകൾ സംസാരിക്കുമ്പോൾ 4-മനായിട്ടും 5-മനായിട്ടും ഒക്കെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണമെന്നും, രഹസ്യ സംഭാഷണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണമെന്നുള്ള ഒരു സാരോപദേശവും കൂടി അള്ളാഹു ഈ ആയത്തുകൂടി നമുക്ക് നൽകുന്നു. മറ്റൊരു സാമൂഹ്യ ബാധ്യത നമുക്ക് പറഞ്ഞു നൽകുന്നത്, നാം സദസ്സുകളിൽ പ്രവേശിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ടുന്ന കടമകളും ബാധ്യതകളുമൊക്കെ വളരെ വ്യക്തമായി ഈ ആയത്തുകളിൽ, ഈ സൂറത്തിലെ ആയത്തുകളിൽ കൂടി അള്ളാഹു നമുക്ക് വിവരിച്ചിരുന്നു. നിങ്ങൾ അവിടെ പുതുതായി കടന്നു വരുന്നവർക്ക്
വിശാലത നൽകണമെന്നും അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി, അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഈ ആയത്തുകളിൽ കൂടി അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരുന്നു. അതുപോലെ തന്നെ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു ഈ ഖുർആനിലെ ആയത്തുകളിൽ കൂടി പറഞ്ഞു തരുന്നത്, ഒന്ന് പിശാചിന്റെ ആളുകൾ, മറ്റൊന്ന് അള്ളാഹുവിന്റെ ആളുകൾ. പിശാചിന്റെ ആളുകൾ ഏത് തരത്തിൽപ്പെട്ടതാണെന്നും അള്ളാഹുവിന്റെ ആളുകൾ ഏത് തരത്തിൽപ്പെട്ടതാണെന്നും വളരെ വ്യക്തമായി ഈ ആയത്തുകളിൽ കൂടി അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് നാം പഠിക്കുകയും അതിലെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.